ഹലോ, പിങ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഒരു സ്കിൻ കെയറും ഹെയർ കെയറും ആയാലോ. ഞാൻ കുറച്ച് നാളായി സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഒന്ന് ചെയ്തിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു സ്കിൻ കെയറും ഹെയർ കെയറും അവർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇത് രണ്ടിനും കൂടി ഞാൻ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ്, ഒരൈറ്റം വെച്ചിട്ടാണ് ഞാൻ 2 പാക്ക് ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മുരിങ്ങയില. എല്ലാവരുടെയും വീട്ടിലുമുള്ളൊരു സാധനമാണല്ലോ മുരിങ്ങയില. എൻ്റെ വീടിന് ചുറ്റും ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് എടുക്കും, ആവശ്യം പോലെ എടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഒരു 2-3 തണ്ട് എടുത്തിട്ടാണ്. അപ്പം ഈ ഒരു തണ്ട് തികയാഞ്ഞത് കൊണ്ട് ഞാൻ പിന്നീട് ഒരു 2-3 തണ്ടും കൂടി ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ഐറ്റം എടുക്കുന്നത് അലോവേരയാണ്, കറ്റാർവാഴ. എൻ്റെ വീട്ടിൽ ആവശ്യം പോലെ കറ്റാർവാഴയാണ് കേട്ടോ. അതിൽ ഞാനൊരു 3 പീസ് എടുക്കുന്നുള്ളൂ. എനിക്ക് ചില സമയത്ത് സ്കിന്നിൽ നന്നായിട്ട് ചൊറിയും ഇത് കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഒരു 2-3 തണ്ട്, ചെറിയ തണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അതും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ടൊരു യെല്ലോ ലിക്വിഡ് വരും, അത് ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വാഷ് ചെയ്ത് കളയും. കുറച്ച് നേരം വച്ചേക്കുമ്പോഴത്തേക്ക് അതങ്ങ് തനിയെ അതങ്ങ് പൊക്കോളും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്ന മുള്ള് അതെടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചൊറിയും. അത് എടുക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കൈ നന്നായിട്ട് ചൊറിയും കേട്ടോ. ചെറിയൊരു അലർജി ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ആ മുള്ളങ്ങ് കളഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് ക്ലീനാക്കി അതെടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ എടുക്കുന്നത് ഈ ഒരു തുളസിയുടെ ഇലയാണ് കേട്ടോ. ഒരു 2-3 തണ്ട് അത്ര തന്നെ എടുക്കുന്നുള്ളൂ, വളരെ കുറച്ച്. അതും ഞാനിത് ഇതിൻ്റെ കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. എന്നിട്ട് ഈ ഒരു ഇല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞതിന് തികയാത്തതുകൊണ്ട് എനിക്ക് 2-3 തണ്ടും കൂടി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറിച്ച് വെച്ചിരുന്ന ആ ഒരു തുളസി ഇലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അണിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ അലോവേര ഇടാണ്ട് പേസ്റ്റാക്കി എടുക്കാമെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ അതൊരു പേസ്റ്റ് രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പാക്കിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന മുരിങ്ങ ഇലയും ആ ഒരു കറ്റാർവാഴയുടെ പേസ്റ്റാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഓട്സ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓട്സ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഡൾനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓട്സും മഞ്ഞളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മുരിങ്ങയുടെ ഇല മാത്രം മതി കേട്ടോ. എത്ര ടാൻ ഉണ്ടെങ്കിലും ഫേസ് എന്നാണ് ബോഡിയിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പാക്കാണ് കേട്ടോ. ഇതിൽ കുറച്ച് തേങ്ങയും മുരിങ്ങയുടെ ഇലയും കറ്റാർവാഴയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി വെട്ടി കളഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് മുടിയുള്ളൂ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് തുണിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി ഉണ്ടാവത്തില്ല കേട്ടോ. കുറച്ചും കൂടി നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടും. അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചില്ല. ഞാൻ അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ തേക്കുകയെന്നുണ്ടെങ്കിൽ ഈ തരി ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയിലോട്ട് അരച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ മുടിയിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫേസ് പാക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഫേസിൽ മാത്രമല്ല, നമുക്ക് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഫുൾ ടാൻ മാറാൻ വേണ്ടി, ഡൾനെസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്കിന്നൊന്ന് ബ്രൈറ്റൺ ആവും ഈ ഒരു പാക്ക്. ആഴ്ചയിൽ ഒരു 2-3 ഡേയ്സ് നിങ്ങളുടെ ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം 2 കളറായി പോകും. അപ്പോൾ ഞാൻ ഒന്ന്
ഫുള്ളായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഫേസിൽ വെച്ചതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.